ഇതാണ് അടുത്ത വൈറലാവാൻ പോണ ഫിഷ് ഫ്രൈ. ഈ ഫിഷ് ഫ്രൈൻ്റെ തിക്ക് ഗ്രേവി മാത്രം മതി ഫുഡ് കഴിക്കാം. സൂപ്പർ സാധനം. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓണാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ചെറുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് നന്നായി തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓരോ മീനായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ചൂരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാം. ഇത് സംഭവമേ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. പക്ഷേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ട് സംഭവം കിഡിലായിട്ടാണ്. ഈ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റ് നിങ്ങൾ എടുക്കുന്ന മീനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ട്രൈ ചെയ്തോളി. കിഡിലായിട്ടാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കിണ്ണങ്കിട് സാധനമാണ്. എല്ലാ വട്ടവും ട്രൈ ചെയ്യണേലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഇതൊന്ന് ചെയ്ത് നോക്കിയോളൂ. ഇതാണ് അടുത്ത കേരളം കത്തിക്കാൻ പോണ ഐറ്റം. നല്ല കിഡില സാധനം. എന്തായാലും ട്രൈ ചെയ്തു. കിഡിലെന്ന് പറഞ്ഞാൽ കിഡില സാധനം. ഇതാണ് അടുത്ത വൈറലാവാൻ പോണ ഫിഷ് ഫ്രൈ. പീസുണ്ടോ? നല്ല ചൂരേൻ്റെ പീസാട്ടോ. ഭയങ്കര ചൂടുണ്ട്. ഇങ്ങനെ നുള്ളിയിട്ട് എന്തായാലും ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത്രയും കിട്ടില്ല. ഈ തിക്ക് ഗ്രേവി ഉണ്ടല്ലോ, ഇത് മാത്രം മതി ഫുഡ് കഴിക്കാം.